ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെഡ് ഹൽവ റെസിപ്പി ആയിട്ടാണ്. റൈസ് വാട്ടർ കൊണ്ടും ബീറ്റ്റൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ 1 ലിറ്റർ റൈസ് വാട്ടറും അതിലേക്ക് 4 റൗണ്ടായി സ്ലൈസ് ചെയ്ത ബീറ്റ്റൂട്ട് ഇട്ടിട്ട് നല്ല ബോയിൽ ചെയ്തെടുക്കാം. ഈ ബീറ്റ്റൂട്ടിൻ്റെ കളർ നല്ല തന്നെ ഇതിൽ പിടിച്ചിട്ട് ഒരു ഓറഞ്ച് കളറായി മാറുമ്പോൾ, ഡാർക്ക് ഓറഞ്ച് കളറായി മാറുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി നമ്മൾ ഈ ഡാർക്ക് ഓറഞ്ചായി മാറുമ്പോൾ നമുക്ക് ഇതിലത്തെ നേരത്തെ ബോയിലിട്ട റൗണ്ടായി കട്ട് ചെയ്ത ബീറ്റ്റൂട്ടെല്ലാം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബീറ്റ്റൂട്ടിൻ്റെ നീരെല്ലാം പിടിച്ചിട്ട് നല്ല കളർ മാറി വന്നിട്ടുണ്ട്. ഡാർക്ക് ഓറഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ടെല്ലാം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ ബീറ്റ്റൂട്ടുകളെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്ത ആ ബീറ്റ്റൂട്ട് നീരൊക്കെ ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. സൈഡിലുള്ളതൊക്കെ നമുക്ക് സ്പാച്ച് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗറൊക്കെ മിക്സായിട്ട് നല്ല ബോയിലായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഹൽവ മിക്സിലൊരു പാട പോലത്തെ ഒരു ഇത് വരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇങ്ങനെ പാട വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗീ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിർ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ബോയിലായിട്ട് വരുന്നത് കാണാം. ആ ഗീയൊക്കെ നല്ലോണം ഇതിൽ മിക്സായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ബോയിലായി വരുന്ന സമയത്ത് നമുക്ക് ഒരു പിഞ്ച് ടേസ്റ്റിന് കാർഡമം പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ആൽമണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് ഏത് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. എന്നിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം.
ഇനി നമുക്കിതിലേക്ക് വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഹൽവ മിക്സ് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നമ്മളൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ ഹൽവ മിക്സ് പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല ഹലുവൻ്റെ ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ് ട്രേക്ക് ചൂടോടെ തന്നെ മാറ്റി കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഹൽവ മിക്സ് ട്രേയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല സ്ലൈമി ആയിട്ടുള്ളതും നല്ല ഫ്ലോട്ടിങ്ങും സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഹലുവൻ്റെ മിക്സ്. നമുക്ക് തൊടുമ്പോൾ നമുക്കറിയാൻ പറ്റും കയ്യിലൊന്ന് സ്റ്റിക്ക് ആകാത്ത ടൈപ്പിൽ നല്ല സോഫ്റ്റും നല്ല തിക്കായിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഈ ഹലുവക്കുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഹലുവ കുറച്ച് നേരം ഒന്ന് കൂളാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് റെഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇവിടെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വീറ്റും ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഹൽവ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണ്. അപ്പോൾ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ എല്ലാം ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.